ആദ്യം ഡോക്ടർ ഡാനിഷ് സലീം, മറന്നിട്ടില്ല നിപയെ. നേരത്തെ ഇതിന്റെ മുൻപ് വന്ന സമയത്ത് ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ പകരുന്നു, എന്തെല്ലാം മാർഗങ്ങൾ തേടണം പടരാതിരിക്കാൻ, ഇതെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും ഒന്നുകൂടി ഓർത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. മാരകമായ ഒരു അസുഖം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഈ പഴംതീനി വവ്വാലുകളിൽ നിന്നാണ് 2018-ലും 2023-ലും 2 തവണയും നിപ കേരളത്തിൽ വന്നത് എന്ന കാര്യം ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. ഇവിടെയും എന്തായിരിക്കാം സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. പക്ഷേ താങ്കളുടെ ഒരു അനുമാനത്തിൽ എന്താണ് ഇപ്പോൾ മലപ്പുറത്ത് ഇങ്ങനെയൊരു രോഗം വരാൻ കാരണമായിരിക്കുന്നത്? നിപ്പ എന്ന് പറയുമ്പോൾ ഒരു സൂനോട്ടിക് ഡിസീസ് ആണ്. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന ഒരു അസുഖമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടത് പഴന്തീനിയായിട്ടുള്ള ഈ വവ്വാലുകളിൽ നിന്ന് ആകണം ഈ അസുഖവും സ്പ്രെഡ് ആയിരിക്കുന്നത്. ഈ നിപ്പ എല്ലാം ഒരു പർട്ടിക്കുലർ സീസണിലാണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു മഴയോടൊപ്പം ചൂടും കൂടെ ഉണ്ടാവുന്ന ഒരു സമയത്താണ് നിപ്പയുടെ വൈറസ് കൂടുതലും ഇത്തരത്തിലുള്ള ബാറ്റ്സിൽ ഉണ്ടാവുന്നത്. അപ്പൊ ആ സമയത്താണ് റിപ്പീറ്റ് ആയിട്ട് എല്ലാ വർഷവും ഏകദേശം ഒരേ സമയത്താണ് നിപ്പ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്ത ജില്ലകളിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിന്റെ മരണനിരക്കാണ് ഇവിടുത്തെ ഒരേ ഒരു പ്രശ്നം. 40 മുതൽ 75% ഇതിന്റെ മരണനിരക്ക്. കോവിഡ് പോലെ വളരെ കുറച്ചല്ല ഇതിന്റെ മരണനിരക്ക്. പക്ഷെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ കോവിഡ് പോലെ വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഒരു അസുഖം അല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ചൊരു സമാധാനം. പക്ഷെ ആ ജില്ലകളിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 5-6 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഏതൊരു പഴമാണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും അതുപോലെ തന്നെ പഴങ്ങളാണെങ്കിലും നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നല്ലവണ്ണം കഴുകിയതിനു ശേഷം മാത്രമേ അത് കഴിക്കാവൂ. ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ ഒരു വിനീഗർ സൊല്യൂഷൻ, ഒരു 30 ml വിനീഗർ വാങ്ങിച്ച് അതിൻ്റെ അകത്ത് ഒഴിച്ചു വെച്ച് കുറച്ചു നേരം ഒരു 20 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ഒരു നല്ലവണ്ണം ഒഴുകുന്ന വെള്ളത്തിൽ കഴുകി പറ്റുമെങ്കിൽ തൊലി കളഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം എല്ലാവരും ചോദിക്കും എന്താണ് ഫ്രൂട്ട്സ് കഴിക്കണം? ഫ്രൂട്ട്സ് കഴിക്കണം, നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. പക്ഷെ ഈ രീതിയിൽ കഴിക്കുക. രണ്ടാമതായിട്ട്, നമ്മുടെ ഇപ്പോഴത്തെയും പ്രശ്നം എപ്പോഴും പറയുന്നതാണ്, ടൈഫോയിഡ് ആണെങ്കിലും കോളറയാണെങ്കിലും എല്ലാ അസുഖങ്ങളും പകരുന്നത് നമ്മുടെ കൈകൾ വൃത്തിയായി കഴുകാത്തത് കൊണ്ടാണ്. ദയവ് ചെയ്ത് നമ്മൾ അസുഖങ്ങളെ തടയാനായിട്ട് ഇത് നിർബന്ധമാക്കുക. കൈ മുഖത്തോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പോ നിർബന്ധമായിട്ടും 20 സെക്കൻഡ് എടുത്ത് കൈകൾ കഴുകുക. നമ്മൾ തൊടുന്ന പല സ്ഥലങ്ങളിലും ഈ വവ്വാലിന്റെയും പല പക്ഷികളുടെയും പല ആളുകളുടെയും സെക്രീഷനൊക്കെ പല ആളുകൾ തൊട്ട് 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 ചിലപ്പോൾ നമ്മുടെ മേശപ്പുറത്ത് ഇരിപ്പുണ്ടായിരിക്കും, നമുക്കറിയില്ല. നമ്മളത് തൊട്ടതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ ഇതുപോലുള്ള സെക്രീഷൻസ് കാരണം അസുഖം അകത്തോട്ട് വരാം. ഇപ്പൊ ഒരാൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹമാണ് റിസ്ക് ഫാക്ടർ. അദ്ദേഹത്തിന് അനുബന്ധമായിട്ടുള്ള ആളുകൾക്കാണ് അസുഖം വരാനുള്ള സാധ്യത. ഇപ്പൊ സാധാരണഗതിയിൽ എന്തൊക്കെയാണ് ലക്ഷണം? പനിയോടുകൂടി വളരെ ശക്തമായ തലവേദന, മസിൽ പെയിൻ ഉണ്ടാകുക, ശ്വാസമുട്ടൽ ഉണ്ടാകുക, അപസ്മാരം ഉണ്ടാകുക, പരസ്പര ബന്ധമില്ല സംസാരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഛർദ്ദിക്കുക. ഇതാണ് ഇതിന്റെ ഒരു ലക്ഷണം. കഴുത്ത് വളരെ സ്റ്റിഫ് ആയിരിക്കും. ഇത് സാധാരണ മറ്റു വൈറൽ പനികൾക്കും സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടല്ലോ ഡോക്ടർ. അപ്പോൾ പിന്നെ വേർതിരിച്ചറിയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണല്ലോ. അത് മാത്രമല്ല, ഈ കുട്ടിക്ക് ചെള്ളുപനിയും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് എന്ത് ബന്ധം നിപ്പയ്ക്ക്? അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം സാധാരണഗതിയിൽ നമ്മുടെ ഇതിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. നമുക്ക് PCR ടെസ്റ്റിലൂടെ മാത്രമേ ഇതിനെ തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. വളരെ വേഗത്തിൽ എൻസെഫലൈറ്റിസിലോട്ട് പോവുകയാണ്. അതായത് ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയെങ്കിൽ ആ ഏരിയയിൽ ഉണ്ടാവുന്ന വൈറസുകളെയാണ് നമ്മൾ സാധാരണ സെർച്ച് ചെയ്യാറുള്ളത്. ഈ രീതിയിലാണ് നമ്മൾ ഡോക്ടേഴ്സ് ഓരോ ഡയഗ്നോസിസിലോട്ട് എത്തുന്നത്. ഇപ്പം ഒരു രോഗിക്ക് ഒരു വളരെ വേഗത്തിൽ ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ അതിന് വളരെ കോമൺ ആയിട്ടുള്ള വൈറസ് ആ ഏരിയയിൽ ഉണ്ടാവുന്ന ഒന്നാണ് നിപ്പ. അപ്പൊ മലപ്പുറത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ആ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംശയം തന്നെ വന്നത്. അപ്പൊ നിപ്പ വൈറസ് പകരുന്ന ബാക്കിയുള്ള രീതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാത്ത മാംസങ്ങളിൽ നിന്നും വരാം. ഇപ്പം ചില സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പഴന്തീനി വവ്വാലിൽ നിന്ന് പന്നികളിലേക്ക് ഈ അസുഖം വരികയും ഈ പന്നികളെ പരിപാലിച്ചിട്ടുള്ള പല ആളുകൾക്കും ഈ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ ഈ പല മരങ്ങൾ കയറുന്ന വ്യക്തികളിൽ ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. അതവരുടെ കയ്യിലും കാലിലും ഒക്കെ ഇത് പറ്റിപ്പിടിക്കാം, ഈ വവ്വാലിന്റെ സെക്രീഷൻസും മറ്റും. അപ്പൊ അതെന്ത് ചെയ്യും? അത് നമ്മൾ പല കൈ കഴുകാതെയും കൈ കഴുകാതെ ആഹാരം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കാല് കഴുകാതെ നമ്മൾ വീട്ടിലോട്ട് കയറുന്ന സമയത്ത് വീട്ടിലോട്ടൊക്കെ ഈ ഒരു സെക്രീഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പൊ നമുക്ക് നിപ്പയെ കുറിച്ച് ഒരു വ്യക്തമായ പ്രോട്ടോകോൾ ഉണ്ട്. നിപ്പയ്ക്ക് മരുന്നില്ല എന്നുള്ളത്
ഒരു വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ M102.4 എന്നുള്ളൊരു മരുന്ന് അതിന്റെ ക്ലിനിക്കൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പുതിയ മെഡിസിനാണ്. അതുപോലെ തന്നെ കോവിഡിന്റെ സമയത്ത് ഇറങ്ങിയ റൈബാവാറിനും, കോവിഡിന്റെ സമയത്തല്ല, റെംഡിസിവിർ എന്നുള്ള മരുന്നാണ് കോവിഡിന്റെ സമയത്ത് ഇറങ്ങിയത്. റൈബാവാറിൻ എന്ന് പറഞ്ഞ് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന മരുന്നും ഇതിന് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് പല ക്ലിനിക്കൽ ട്രയൽസിനും തെളിയിച്ചു വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ആക്ച്വലി വരുത്തി വെക്കേണ്ട ആ സാഹചര്യം ഇപ്പോൾ ഉണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മരുന്നുകൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് വൈകാതെ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു 5 മുതൽ 14 ദിവസത്തിനകത്താണ് ഇതിന്റെ ലക്ഷണം ഉണ്ടാവുന്നത്. അപ്പൊ എനിക്കൊരു നിപ്പ ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്ട് വന്ന വ്യക്തിക്ക് 5-ാമത്തെ ദിവസം ലക്ഷണം, ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിപ്പയാണെന്ന് സംശയിക്കാം. ഇത് ഓരോ ദിവസം കഴിയും തോറും നമുക്ക് സാധ്യത കുറയുകയാണ്. 10-ാമത്തെ ദിവസം ആകുമ്പം സാധ്യത വീണ്ടും കുറയുകയാണ്. 14 ദിവസം കഴിഞ്ഞാൽ സേഫ് ആണെന്ന് പറയാം. 14 ദിവസം വരെയാണ് സാധാരണഗതിയിൽ ഇത് സ്പ്രെഡ് വരുന്നത്. പിന്നെ ഇത് എങ്ങനെ നമുക്ക് മറ്റു പനികളിൽ നിന്നും തിരിച്ചറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പനി തലവേദനയോടൊപ്പം തന്നെ തലകറക്കം, ബോധക്ഷയം ഉണ്ടാവുക, ശക്തമായ കഴുത്തുവേദന ഉണ്ടാവുക, അതായത് ലക്ഷണങ്ങളെല്ലാം സിവിയർ ആയിരിക്കും. സാധാരണ ഒരു ചെറിയ പനി പോലല്ല, വളരെ ശക്തമായ സിംറ്റംസ് ആയിരിക്കും ഈ ഒരു പനിക്ക് ഉണ്ടാകുന്നത്. നിപ്പയ്ക്ക് ശക്തമായ പനിയാണ്, ശക്തമായ തലവേദനയാണ്, അതുപോലെ തലകറക്കമാണെങ്കിലും ബോധക്ഷയം ഉണ്ടാവും, പെട്ടെന്ന് ഛർദി, അതും വെറുതെ ഇരിക്കും, വളരെ പെട്ടെന്ന് ഛർദിക്കും, നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാവും, ഇതൊക്കെ അപസ്മാരം ഉണ്ടാവും, അതെല്ലാം വളരെ പെട്ടെന്നായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്കിത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. അപ്പം ശരി, തലച്ചോറിന്